പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ ശബ്ദം നിലച്ചു. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന് വിടചൊല്ലി ലോകം. പൂനെയിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുക. ഇന്നലെ രാത്രി പൂനെയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. 83 വയസ്സായിരുന്നു. പൂനെയിലെ വൈകുണ്ഠ് ശ്മശാനത്തിലായിരുന്നു ഗാഡ്ഗിലിന്റെ മകൻ സിദ്ധാർത്ഥ ഗാഡ്ഗിലാണ് പിതാവിന്റെ വിയോഗ വാർത്ത അറിയിച്ചത്. കേരളത്തെയും പശ്ചിമഘട്ടത്തെയും ഏറെ സ്നേഹിച്ച മനുഷ്യനായിരുന്നു മാധവ് ഗാഡ്ഗിൽ എന്ന് മകൻ പറഞ്ഞു. സൈലന്റ് വാലി പദ്ധതിക്കെതിരായ പ്രക്ഷോഭങ്ങളിലും സജീവമായി പങ്കെടുത്തെന്നും മകൻ ജനം ടിവിയോട് പ്രതികരിച്ചു. He had a very long relationship with Kerala because he was a big admirer of the Kerala Shastriya Sahitya Parishad and people science movement and how they communicated and so on. Considered Dr. M.K. Prasad of that as one of his mentors. So during the Silent Valley project, he was involved in opposing the dam and he worked with a lot of organizations in Kerala. It's not just from outside. So since then, and of course he's been fond of all of the Western Ghats. He's been working with people in Kerala since that time, and more recently, of course, in the Western Ghats Ecology Environment Project, where he was trying to stop uncontrolled construction as well as പശ്ചിമഘട്ട മലനിരകൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലൂടെയാണ് ഗാഡ്ഗിൽ എന്ന പേര് ശ്രദ്ധ നേടുന്നത്. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി അധ്യക്ഷനായിരുന്നു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് തുടക്കത്തിൽ കേരളത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും 2018 പ്രളയത്തിനു ശേഷം സ്വീകാര്യത ലഭിച്ചു. കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിരുന്നു. 1942 പൂനെയിൽ ജനിച്ച മാധവ് ഗാഡ്ഗിൽ ചെറുപ്പം മുതൽക്കേ പ്രകൃതിയിൽ ആകൃഷ്ടനായിരുന്നു. പൂനെയിലും മുംബൈയിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് PhD നേടി. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ 31 വർഷം സേവനമനുഷ്ഠിക്കുകയും അവിടെ സെന്റർ ഫോർ എക്കോളജിക്കൽ സയൻസസ് സ്ഥാപിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ ജൈവ വൈവിധ്യ നിയമം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ജനസംഖ്യാശാസ്ത്രം, പരിസ്ഥിതി സംരക്ഷണ ശാസ്ത്രം, മനുഷ്യ പരിസ്ഥിതി ശാസ്ത്രം, പരിസ്ഥിതി ചരിത്രം തുടങ്ങിയ വിഷയങ്ങളിലായി 7 പുസ്തകങ്ങളും 225-ലധികം ശാസ്ത്ര പ്രബന്ധങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1981 രാജ്യം പത്മശ്രീയും 2006 പത്മഭൂഷണും നൽകി ആദരിച്ചു. പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭ നൽകുന്ന പരമോന്നത ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം 2024 ലഭിച്ചു. ന്യൂസ് ഡെസ്ക് ജനം.